താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബങ്ങൾക്ക് അവയുടെ അനുദിന കർമ്മങ്ങളിലും വെല്ലുവിളികളിലും സഹായകമാവുക, പ്രോത്സാഹനമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഈ രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ അപ്പസ്തോലിക ലേഖനത്തിൽ നിന്നുള്ള ചർച്ചകളും ചിന്തകളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഒരുക്കിയിരിക്കുക. തീർച്ചയായിട്ടും ഈ ചിന്തകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. ഏറെ പ്രാർത്ഥനകളോടെ നമുക്ക് ഈ ചർച്ചയിലേക്ക് ഇന്നത്തെ വിശിഷ്ട വ്യക്തികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ചർച്ചയിലേക്ക് നാം ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് കുത്തൂരച്ചനെയാണ്. കുത്തൂരച്ചൻ ഫാമിലി അപ്പസ്റ്റോലേറ്റിൻ്റെ മുൻ ഡയറക്ടറും തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറുമാണ്. കുടുംബരംഗങ്ങളിൽ ഏറെ സ്നേഹത്തോടെ ഇടപെടുന്ന കുത്തൂരച്ചനെ ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് ഈ ചർച്ചയിൽ സുപരിചിതനായ കെ എം ഫ്രാൻസിസ് സാറിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഡോക്ടർ കെ എം ഫ്രാൻസിസ് സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാണ് സാർ. ഇപ്പോൾ ഈ ചർച്ചകളെ സമ്പുഷ്ടമാക്കാൻ സാറിൻ്റെ സാന്നിധ്യം എന്നും കൂടെയുണ്ട്. ഏറെ സ്നേഹത്തോടെ കെ എം ഫ്രാൻസിസ് സാറിനെ ഇന്നത്തെ ചർച്ചയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ടോണി ഡോക്ടറെയാണ്. ടോണി ഡോക്ടർ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ എല്ലുരോഗ വിദഗ്ധനും തൃശ്ശൂർ ലോ ഓഫ് സമർപ്പിത സമൂഹത്തിൻ്റെ പ്രസിഡന്റ് കപ്പിളുമാണ്. ടോണി ഡോക്ടറെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്നേഹം എപ്പോഴും ജീവൻ നൽകുന്നു. ദാമ്പത്യ സ്നേഹം ദമ്പതികളോടുകൂടി അവസാനിക്കുന്നില്ല. ദാമ്പത്യ സ്നേഹത്തിൻ്റെ സജീവ പ്രതിഫലനമാണ് കുട്ടികൾ. ഈ രേഖയിലെ 5-ാം അധ്യായത്തിലെ ഫലസംലബ്ധിയുള്ള സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ ഏവരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ സാധാരണ ഒരു കുടുംബത്തിലൊരു വിവാഹം നടന്നാൽ വിവാഹത്തിന് ശേഷം ഒരു പുതിയ ജീവനെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. സമൂഹത്തിലായാലും കുടുംബത്തിലൊക്കെ ആയാലും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു കുടുംബത്തിൽ ഒരു വിവാഹത്തിന് ശേഷം ഒരു പുതിയ ജീവനെ സ്വാഗതം ചെയ്യാനായിട്ട് മാതാപിതാക്കൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞ് കടന്നു വരിക എന്നതാണ് ഒരു പരമ്പരാഗത ഒരു കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ വിവാഹം കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങും, നിനക്ക് വിശേഷമൊന്നും ആയില്ലേ? അപ്പോൾ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ പരമ്പരാഗതമായ കുടുംബങ്ങൾ വിവാഹിതരാകുന്നത്. അങ്ങനെയുള്ള വിവാഹ സങ്കല്പത്തിന് മാറ്റം വന്നു തുടങ്ങി ഇന്നത്തെ കാലത്ത്. കാരണം വിവാഹം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും രസിക്കാനുള്ള ഒരു വേദി എന്നതിനപ്പുറത്ത് ഒരു കുഞ്ഞിനെ സമൂഹത്തെ മുന്നിൽ കാണുന്നില്ല. പക്ഷേ ശരിയായ സത്യം എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നിർമ്മിതിയുടെ ആദ്യഘട്ടമാണ്. ആ ഘട്ടത്തിൽ തന്നെ കുഞ്ഞിനെ എങ്ങനെ സ്വീകരിക്കുന്നു അത് വളരെ നിർണായകമാണ്. അതാണ് മാർപ്പാപ്പ ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അതിൽ പറ്റുന്ന പ്രശ്നം, ചിലർക്ക് വിവാഹം കഴിഞ്ഞാൽ ആദ്യ രാത്രി കഴിയുമ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആവും. അപ്പം ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് കുഞ്ഞ് അപ്രതീക്ഷിതമായി കടന്നു വന്നു എന്ന് ഒരു തോന്നൽ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു. അത് ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ കാര്യമായി ബാധിക്കുമെന്നാണ് മാർപ്പാപ്പ ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്, നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നിങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പം നിങ്ങൾ വരുമ്പോൾ ഞാൻ ദുഃഖിതമായ മുഖത്തോടു കൂടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിടിയും,
നിങ്ങൾ വരുമ്പോൾ ഞാൻ വളരെ സന്തോഷമായിട്ട് ഭാര്യയോട് ഡേ ടോണി ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിളിച്ച് പറയുകയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നും. ഇതേ വികാരം തന്നെ ആണ് കുഞ്ഞിനും. കുഞ്ഞ് കടന്നു വരുമ്പോൾ ഒരു അബദ്ധം കടന്നു വന്നു എന്ന വികാരത്തോടെ അപ്പൻ്റെ അമ്മയുടെയും മുഖം ഇരുണ്ടു പോയാൽ സ്നേഹം ലഭിക്കേണ്ട ഫസ്റ്റ് നിമിഷത്തിൽ തന്നെ സ്നേഹം നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ ദമ്പതികൾ വാസ്തവത്തിൽ ഒരു കുഞ്ഞിനെ ബോധപൂർവം സ്വീകരിക്കണമെന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ തന്നെ ദൈവം ഏത് നിമിഷവും ഒരു കുഞ്ഞിനെ നൽകാം. ആ കുഞ്ഞിനെ നൽകാനുള്ള ഒരു ആത്മീയ ഒരുക്കം, ഒരു മാനസിക ഒരുക്കം എപ്പോഴും ഉണ്ടാകണം. ഒരു തുറവി ഉണ്ടാകണം. പോളാറാമൻ മാർപ്പാപ്പ പറയുന്നുണ്ടേ, വിവാഹത്തിൻ്റെ ഏറ്റവും പ്രഥമവും ഗൗരവമായ ഉത്തരവാദിത്വം ജീവൻ്റെ സംക്രമണമാണ്. അതെ, വെറും ഒരു പുരുഷനും സ്ത്രീയുമുള്ള ഒരു ബന്ധം മാത്രമായിട്ട് സ്നേഹത്തെ ദാമ്പത്യത്തെ കാണാതെ അതിനപ്പുറത്തേക്കും ആ ഒരു ബന്ധത്തിൽ ദൈവം തീർച്ചയായിട്ടും പാപ്പ ഈ അധ്യായത്തിൽ തുടക്കം തന്നെ പറയുന്നത് അങ്ങനെയാണ്. ദമ്പതികളുടെ സ്നേഹം ദമ്പതികൾ കൂടെ അവസാനിക്കുന്നില്ല. ഒരു വലിയ തലമുറയുടെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്ര നിർമ്മിതിയുടെ തലമുറകളുടെ ഒരു തുടക്കമാണ്. അപ്പം ഈ അപ്രതീക്ഷിതമായി ഉണ്ടായി എന്നുള്ള ചിന്ത ഒരിക്കലും ദമ്പതികൾക്ക് പാടില്ല. പലപ്പോഴും യുവദമ്പതികൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയുന്ന ഒരു വിഷമമുണ്ട്. അവർ ധാരാളം കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനൊക്കെ ഒരുങ്ങി തന്നെ വിവാഹത്തിലേക്ക് കടക്കുമ്പോഴും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം, ഇനിയൊരു കുഞ്ഞുണ്ടായ നീ എന്നെ നോക്കണ്ട കേട്ടോ എന്ന് പറയുന്ന ഒരു പ്രതികരണമാണ് പലപ്പോഴും അവർക്ക് ലഭിക്കുക. അതേസമയം ആ കുഞ്ഞിനെ സ്വാഗതം ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുണ്ടെന്ന് പറയുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് കുഞ്ഞിനെ സ്വീകരിക്കാൻ ഈ ദമ്പതികൾക്ക് തീർച്ചയായും സന്തോഷമായിരിക്കും. പലപ്പോഴും എനിക്ക് വേണം ഈ അടുത്ത കാലങ്ങളിൽ ഞാനൊരു പള്ളിയിലെ ഒരു ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞ വാചകം ഇതാണ്: ഇന്ന പ്രായത്തിൽ 23, 26 ഗേൾസ് ബോയ്സ് അവർ കല്യാണം കഴിക്കണം, ഒട്ടും വൈകാതെ കുഞ്ഞുങ്ങൾക്ക് സ്വീകരിക്കാൻ ഒരുങ്ങണം. അവരുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ആ വ്യതിയാനങ്ങളിൽ ദൈവം ഒരുക്കുന്നുണ്ട് അവരുടെ ശരീരത്തെ, മനസ്സിനെ. കുടുംബരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പറയുന്നത് ദാമ്പത്യ സ്നേഹത്തിൻ്റെ കെട്ടുറപ്പിന് ഏറ്റവും നല്ലത് വിവാഹം കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ ഭാര്യ ഗർഭം ധരിക്കുന്നതാണെന്ന് പറയുന്നത്. കാരണം അതാണ് നേരത്തെ മാർപ്പ പറയുന്നത്, ദാമ്പത്യ സ്നേഹത്തിൻ്റെ സ്ഥിരമായ അടയാളങ്ങളാണ് കുഞ്ഞുങ്ങൾ. ചിലപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ ഈ പിള്ളേരില്ലായിരുന്നെങ്കിൽ ഞാൻ ഇയാളിട്ട് പോയേനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വിവാഹമോചനങ്ങൾ ഇതിലും കൂടിയേനെ പക്ഷേ മക്കളില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ മക്കളെ പ്രതി കുടുംബം മക്കളെ പ്രതി സന്തോഷത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വിട്ടുവീഴ്ചയോടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ചില കുടുംബങ്ങൾ വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നത് പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി വിവാഹത്തിന് മുൻപ് തന്നെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാർപ്പാപ്പ പറഞ്ഞത് എങ്ങനെയാണ്, ജനിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ സ്നേഹിക്കപ്പെടുന്നു, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവണം. ചില അല്ലേ സ്നേഹിക്കപ്പെടുകയും അല്ലേ എഴുതി വെച്ച പോലെ 9 മാസം ഈ കുഞ്ഞിനെ കുറിച്ച് മാഷ്ക്ക് അത് കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റുന്നു അല്ലേ, സ്വപ്നം കണ്ട് അവരെ വളർത്തുക എന്നുള്ളത്. അതായത് ഇപ്പം എനിക്ക് പരിശുദ്ധ പിതാവിൻ്റെ ലേഖനം വായിച്ചിട്ട് 2 പ്രതിസന്ധി എനിക്ക് തന്നെയുണ്ട്. കാരണം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഈ പറയുന്ന പോലെ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. ഇപ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഞാൻ പ്രഗ്നൻ്റായി എന്ന് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ എന്നെ എടുത്ത് പൊന്തിച്ച് ഡാൻസ് ചെയ്യുന്നൊക്കെയാണ് വിചാരിച്ചത്. നിങ്ങളെന്തോ കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെയാണ് പ്രതികരിച്ചത്. അപ്പം അതാണ് എൻ്റെ 28 വയസ്സ്, ഇരുണ്ട മുഖമാണ്. അപ്പം എനിക്ക് തോന്നണ എൻ്റെ മകളിലും ആ ഇരുണ്ട മുഖം കൊടുത്തിട്ടുണ്ടോന്നാണ് എനിക്ക് ഇപ്പോൾ ഇത് ചെയ്യണത്. പക്ഷേ അടുത്ത കുട്ടി വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഓപ്പണായി. പിന്നെ അത് കഴിഞ്ഞ് പേരക്കുട്ടികൾ ആയിത്തൊടിഞ്ഞെനിക്ക്. ആയിത്തൊടിഞ്ഞപ്പോഴാണ് ഈ മാർപ്പാപ്പയുടെ ഈ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മക്കളെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ മകള് പ്രഗ്നൻ്റായി, 2ാമത് പ്രഗ്നൻ്റായപ്പോൾ അന്ന് മുതൽ ഈ കുട്ടിയെ എനിക്ക് ചിലവാണ് ശരിക്ക്. അതായത് എനിക്ക് കുട്ടികളെ എൻ്റെ മകളുടെ കൊച്ചിനെ, പക്ഷെ എങ്കിലും ഈ കൊച്ചിനെ ദാനമായിട്ട് തന്ന ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് ഈ കൊച്ച് പ്രഗ്നൻ്റായ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അപ്പോൾ ഇതാണ് സ്വീകാര്യത. സ്വീകാര്യത എന്ന് പറഞ്ഞാൽ എന്താ? ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ സ്വാഭാവികമായി ദമ്പതികളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം. അതേസമയം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ സാഹചര്യത്തെ ചൊല്ലി ആ കുഞ്ഞുങ്ങളെ പലപ്പോഴും നശിപ്പിച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു അവിഹിത ഗർഭം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ആ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പക്ഷെ എനിക്ക് തോന്നുന്നത് ആ കുഞ്ഞിൻ്റെ കുഴപ്പമല്ല ആ സാഹചര്യം. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിചാരിക്കാതിരുന്ന സാഹചര്യമെന്നോ അല്ലെങ്കിൽ അവിചാരിതമായ സാഹചര്യമെന്നോ ഈവൻ ഒരു ക്രമരഹിതമായ സാഹചര്യത്തിലാണ് ഈ കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ വാല്യൂ ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്തല്ല. ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും മാർപ്പാപ്പ പറയുന്ന പോലെ സ്നേഹത്തെ പ്രതീക്ഷയോടെ കാണുന്ന കുടുംബങ്ങൾ ഇന്നും ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് കേട്ടോ. ഈ പറയാം, വലിയ കുടുംബങ്ങൾ സഭയ്ക്കൊരു സന്തോഷമാണ്, അവ സ്നേഹത്തിൻ്റെ ഫലപൂർവ്വ പ്രകാശനമാണ്. ഞാൻ ചില കുടുംബങ്ങളെ, ഇപ്പോൾ നമുക്ക് പരിചയമുള്ള കുറേ കുടുംബങ്ങളിൽ 4ഉം 5ഉം, ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ 7ാമത്തെ കരിയിങ്ങാണ്. അപ്പോൾ ചിലരൊക്കെ അതിലൊരു കുടുംബം എന്നെ പറഞ്ഞവർക്ക് അവർ കുഞ്ഞ് വരുന്നതിന് മുൻപ് തന്നെ, കുഞ്ഞ് വരുന്ന സമയം തുടങ്ങി തന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങും, വചനം വായിക്കാൻ തുടങ്ങും. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരുക്കം ആത്മീയമായും എല്ലാ തരത്തിലും ഒരുങ്ങുന്ന കുടുംബങ്ങളും നമ്മൾ ഇത് പറയുമ്പോഴും ഉണ്ടെന്നുള്ളത് വളരെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്ന ഒരു ടിപ്പ് പോലെ മാഷ് പറഞ്ഞൊരു കാര്യം ഉപയോഗിക്കാം. കാരണം ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്ന ആദ്യ നിമിഷം മുതൽ ആ കുഞ്ഞിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു 9 മാസക്കാലം അമ്മമാരെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവാം, വേദനകളുണ്ടാവാം, ശാരീരികമായ എല്ലാ അസ്വസ്ഥതകൾക്കിടയിലും ആ കുഞ്ഞിനെ ഓർത്ത് ആദ്യ നിമിഷം മുതൽ ആ കുഞ്ഞിനെ ഓർത്ത് നന്ദി പറയാനൊക്കെ പറ്റുവാണെങ്കിൽ ഒരുപാട് നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമായിരിക്കും തോന്നുന്നത്. ആ കുടുംബം ഒരുങ്ങണം വാസ്തവത്തിൽ. സാറ് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെടുകയായിരുന്നു. പേരക്കിടാവിന് വേണ്ടി അപ്പൂപ്പനാണ് ഒരുങ്ങുന്നത്, ഇതുപോലെ അമ്മൂമ്മയും മറ്റു സഹോദരങ്ങളും ഒക്കെ ഒരുങ്ങുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളാക്കി ഈ പ്രഗ്നൻസി പീരീഡിനെ, അത് ആ വ്യക്തി മാത്രമല്ല കുടുംബാംഗങ്ങൾ അതൊരു ആഘോഷത്തിൻ്റെ സമയമാക്കി മാറ്റാനൊക്കെ ആയിട്ട്. ദുഃഖമല്ല അത് അച്ഛാ. നമുക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ ലോട്ടറി കിട്ടിയാൽ നന്ദി പറയും, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയും, കുറച്ച് കഴിഞ്ഞാൽ മറക്കും. ശരിക്കും നന്ദി പറയേണ്ടത് ബന്ധങ്ങൾക്കാണ്. ബന്ധങ്ങൾ, ഞാൻ ചിലപ്പോൾ പ്രസംഗത്തിൽ പറയും, വിവാഹം കഴിച്ചിട്ട് ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണ് നഷ്ടം വന്നു പോണേന്ന്. അതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഓരോ മനുഷ്യനും നമുക്ക് തരുന്ന സമ്മാനം, അനുഗ്രഹം നമുക്ക് അളക്കാൻ പറ്റാത്തതാണ്. അപ്പം ഇവിടെ ഞാൻ എൻ്റെ ഇതൊക്കെ ഓരോ അച്ഛന്മാരിൽ നിന്നും ബൈബിൾ വ്യാഖ്യാനത്തിൽ നിന്നും ഒക്കെ കേട്ടത് പ്രയോഗിക്കുന്നു എന്ന് മാത്രം. ഭാര്യയായിട്ടുള്ള പിണക്കം തീർക്കാൻ എന്ത് ചെയ്യണം? ഞാൻ ആകെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഏക മാർഗം എന്നാണ്, ഭാര്യയെ എനിക്ക് ദാനമായി തന്ന ദൈവമേ ഞാൻ അങ്ങേക്ക് മകനായിട്ടുള്ള പിണക്കം തീർക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ശിശുവിൻ്റെ ആദ്യ ദിനം തൊട്ട് നിങ്ങളെല്ലാവരും ശിശുക്കളാണ്. ഇപ്പോൾ കൂത്തൂരച്ഛനായിട്ടുള്ള പിണക്കം തീർക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിൽ മാർപ്പാപ്പ പറയുന്നുണ്ട്, പ്രഗ്നൻ്റായ ദിനം തൊട്ട് ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലും അവൻ്റെ നിത്യജീവനിൽ എത്തിക്കുന്നത് വരെ നമുക്ക് ഇതെന്താണ്? അതാണ് ഒരു പാരൻറ്റിൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യവർഗത്തെ പ്രതിയുള്ള നമ്മുടെ ആനന്ദമാണത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് മനുഷ്യവർഗത്തെ മുഴുവൻ സ്നേഹത്തിലേക്ക് അത് മാറി 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 മാറി. ഒരു പുതിയ ജീവനെ നമ്മൾ എങ്ങനെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിംഗ് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ഒരു പുതിയ ജീവൻ ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം സന്തോഷത്തോടെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്നുമായി ബന്ധപ്പെട്ട ഈ ക്ലിപ്പിങ്ങിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ തിരിക്കാം. ഞാൻ എൻ്റെ 4 മക്കളുണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഭാര്യയെ ഏറ്റവും കൂടുതൽ സന്തോഷവതിയാക്കാനായിട്ട് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഒരു രീതിയിലും ഭാര്യയ്ക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല.
അത് പൊതുവേ ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ ഗർഭസ്ഥാവസ്ഥയിൽ ഞാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കാറുണ്ട്. അവരെ പല ആഗ്രഹങ്ങളും ചിലപ്പോൾ നമുക്ക് വലിയ ലോജിക്കൊന്നും തോന്നാറില്ല പല കാര്യങ്ങൾ പറയുമ്പോഴും, പക്ഷേ ഞാനത് സാധിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ആള് പ്രസവിക്കുന്നതിന് ഡേറ്റിന് ഒരാഴ്ച മുമ്പ് ആൾക്ക് കടലിൽ പോകണം, ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ തന്നെ വളരെ സന്തോഷത്തോടെ ഞാൻ ബീച്ചിലേക്ക് കൊണ്ടുപോയി. കാരണം നമുക്ക് ചെയ്യാവുന്ന വളരെ ചെറിയൊരു കാര്യമാണ്, ബീച്ചിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ പലരും എന്നെ പല റിലേറ്റീവ്സും പറഞ്ഞു ഈ സമയത്ത് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ബീച്ചിൽ കൊണ്ടുപോകുന്നത് അപകടമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ബീച്ച് വളരെ അടുത്താണ്, അത്ര ദൂരമില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു ഇതുപോലെയുള്ള അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അതിന് എത്ര വില കൊടുക്കാനും കുഞ്ഞിനും അമ്മയ്ക്കും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ ഏത് രീതിയിൽ ഞാൻ വില കൊടുക്കാനും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഒരുപാട് സന്തോഷം ആനന്ദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് പല രീതിയിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓരോ പ്രഗ്നൻസി കഴിയുമ്പോഴും ഞങ്ങളത് പരിഹരിച്ച് ഓരോ ഗർഭസ്ഥാവസ്ഥയിലും ആ കരുതൽ കൂടി വന്നിട്ടേ ഉള്ളൂ, ഒരിക്കലും കുറഞ്ഞിട്ടില്ല. 4ാമത്തെ കുഞ്ഞിനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുതൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ ഇത് കഴിയുമ്പോൾ ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, അതനുസരിച്ച് നമുക്ക് കൂടുതൽ ഒരുക്കത്തോടു കൂടി കുഞ്ഞിനെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് എനിക്ക് വളരെ ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓരോ കുഞ്ഞിനെയും ഉദരത്തിൽ വഹിക്കുന്നു എന്ന് അറിയുന്ന നിമിഷം മുതൽ ആ കുഞ്ഞിന് പേര്, ഇപ്പം ആൺകുട്ടിയാണെങ്കിൽ ഇന്ന പേര്, പെൺകുട്ടിയാണെങ്കിൽ ഇന്ന പേര് എന്നുള്ളത് ആ സമയം മുതൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി തീരുമാനിക്കും. പിന്നെ മുതൽ നമ്മൾ കുഞ്ഞുവാവ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ കൂടുതലും ആ പേര്, ആൺകുട്ടിക്കൊരു പേര് പെൺകുട്ടിക്കൊരു പേര്, ആ പേര് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും പറയുക. അപ്പോൾ ഇതുവഴി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഓൾറെഡി ഫാമിലിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് 9 മാസം കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നു, പക്ഷെ നമ്മൾ അറിയുമ്പോഴേക്കും കഷ്ടി 2 മാസം, തുടർന്നുള്ളൊരു 8 മാസക്കാലം ആ കുഞ്ഞ് ഓൾറെഡി ഫാമിലിയിൽ ഒരു ബാക്കി ആരെയും പോലെ തന്നെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ കുറച്ചും കൂടി ആഴത്തിലൊരു അവബോധം ഈ പേര് വെച്ചിട്ട് നമ്മൾ പറയുന്നതിലൂടെ എനിക്ക് കൂടുതൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂത്ത വാവ ആദ്യത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് താഴെ 4ാമത്തെ വാവയൊക്കെ ആയപ്പോഴേക്കും 4ാമത്തെ വാവ ആൺകുട്ടിയാണെങ്കിൽ ഇന്നത്, പെൺകുട്ടിയാണെങ്കിൽ ഇന്നത് എന്നുള്ള പേര് വിളിക്കുന്നത് വഴി ഇന്ന ആളിപ്പം മോളുണ്ടായത് റോസ് എന്നാണ് മോളുടെ പേര്, അപ്പോൾ ഇന്ന ആൾ റോസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇപ്പം കുര്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ജോണിന് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ നമ്മൾ പേര് വെച്ച് പറയുന്നതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് അത് കുറച്ചും കൂടി ആ വ്യക്തിയെ വാവയായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ ഒരു ഗർഭിണി കഴിക്കുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ട്. അയൺ കഴിക്കും, കാൽഷ്യം കഴിക്കും, അല്ലെങ്കിൽ ഫോളിക് ആസിഡ് കഴിക്കും. ഇതെല്ലാം ഞാൻ ഒരിക്കലും തന്നെ എടുത്ത് കഴിച്ചിട്ടില്ല, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മൂത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, എന്നിട്ട് അവരുടെ അടുത്ത് തരാൻ പറയും. അപ്പം ഞാനിങ്ങനെ രാത്രി അവരെ ഓരോരുത്തരെ ലൈനായിട്ട് വിളിച്ചിട്ട് അവർ തന്നിട്ടാണ് ഞാനത് കഴിക്കുക. അപ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങളിത് തന്നാലേ വാവ വലുതാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ എന്തോ വലിയൊരു റെസ്പോൺസിബിലിറ്റി, ഒരു പ്രിവിലേജൊക്കെ ആയിരുന്നു അത് തരാൻ പറ്റുക, അതുവഴി വാവ വലുതാവുക എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്ന അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായിട്ട് അമ്മയാവുമ്പോൾ നമുക്ക് അറിയില്ല നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, 5ാം മാസത്തിൽ എങ്ങനെയായിരിക്കും, 7ാം മാസത്തിൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യം, നമ്മൾ ഏതൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയും ചെയ്യാറുള്ളത് പോലെ നമ്മൾക്ക് ഇതിനെ സഹായിക്കുന്ന കുറച്ച് വെബ്സൈറ്റ്സിലൊക്കെ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഞാൻ പൂർണ്ണമായിട്ടും ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ശാസ്ത്രത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ള പോലെ തന്നെ ഞാൻ ടോട്ടലി ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ കൈ പിടിച്ച് വളരെ സന്തോഷത്തോടെ ഈ ഒരു കാലഘട്ടം തരണം ചെയ്ത ആളാണ്. എന്ന് വെച്ചാൽ ഓരോ സമയത്തും എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് വീക്ക്ലി നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടുമായിരുന്നു. അപ്പം ഞാൻ തീർച്ചയായിട്ടും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ ഒന്നും എനിക്ക് സർപ്രൈസിങ് അല്ല, നമുക്ക് നേരത്തെ അറിയാം ഇന്നതാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നിട്ടില്ല. വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നിട്ടില്ല. ടെൻഷൻ നല്ലോണം അടിക്കുന്ന ഒരു അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ടെൻഷൻ എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. മോള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ നിമിഷം ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ മെൻസസ് ഡേറ്റ് അടക്കം
ചിന്തിച്ചിട്ട് ഞാൻ മോനോട് പറയാറുണ്ട്, ഇപ്പോഴാണ് സമയം എന്നൊക്കെ. ശരിക്കും അത്രയും ആകാംക്ഷയായിരുന്നു മോൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ കാണാൻ എന്നുള്ളത്. പിന്നെ പ്രഗ്നൻ്റായി 10 ദിവസം കഴിഞ്ഞ് ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ. അന്ന് മുതൽ ഞങ്ങൾ പിന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ എത്തിക്കുമ്പോൾ മോളുടെ വയറുമൊക്കെ തൊട്ടിട്ട് പ്രാർത്ഥിക്കും, കർത്താവ് 9 മാസം സംരക്ഷിക്കണമേ, പൂർണ്ണ സമയമായിട്ട് പ്രസവം നടക്കണമേ, പ്രസവത്തിൻ്റെ സമയത്ത് ഈശോയെ നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ എല്ലാവരും അവിടെ ഉണ്ടായിട്ട് സുഖമായ പ്രസവം നടത്തി തരണമേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് മോളുടെ വയറുമൊക്കെ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എല്ലാ മാലാഖമാരുടെ സംരക്ഷണം ചോദിക്കും. 9 മാസം വെച്ചാൽ അമ്മയുടെ വികാരങ്ങൾ കുഞ്ഞിനും കിട്ടുമെന്നാണല്ലേ പറയണത്. അപ്പോൾ എന്തെങ്കിലും ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും കുഞ്ഞിലേക്ക് തട്ടിപ്പോകരുത് എന്നുള്ള അർത്ഥത്തിൽ മാലാഖമാരുടെ സംരക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ മാസം കഴിഞ്ഞ് വരുമ്പോൾ ഗുളിയൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ ഓർമ്മിപ്പിക്കും, മോളെ ഫോളിക് ആസിഡ് കഴിച്ചോ എന്നൊക്കെ. നെയ്യിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വെറും വയറ്റിൽ കൊടുക്കും. കുട്ടിക്ക് നല്ല ബുദ്ധിയും സൗന്ദര്യമൊക്കെ ഉണ്ടായി നല്ല കുഞ്ഞായിട്ട് ജനിക്കാൻ വേണ്ടി. പിന്നെ ഫ്രൂട്ട് ജ്യൂസൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ കൊണ്ടുകൊടുത്ത് അങ്ങനെ നല്ലൊരു കുഞ്ഞ്, അവൾക്കും ആരോഗ്യം ഉണ്ടാവണം, അമ്മയ്ക്കും ആരോഗ്യം ഉണ്ടാവണം, കുഞ്ഞിനും ആരോഗ്യം, ആ രീതിയിലുള്ള സംരക്ഷണം കൊടുക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 7 മാസമൊക്കെ ആകുമ്പോഴേക്കും പിന്നെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കാനായിട്ട് ശ്രദ്ധിക്കും. മാമോദീസ ഉടുപ്പ്, കുഞ്ഞിനെ ജനിക്കുമ്പോൾ ഇടാൻ പോകുന്ന ഉടുപ്പ്, അത് ആൺകുട്ടിയാണെങ്കിൽ ബ്ലൂ, പെൺകുട്ടിയാണെങ്കിൽ റോസ് കളറിലുള്ളത്, അങ്ങനെ അതൊക്കെ മുൻകൂട്ടി തന്നെ ചിന്തിച്ച്, നമുക്കറിയില്ലല്ലോ ഏത് കുഞ്ഞാണ് വരാൻ പോകണമെന്ന് അറിയില്ലല്ലോ, അപ്പോൾ രണ്ടും കുറച്ച് കരുതി വയ്ക്കും. അങ്ങനെ ആ സമയത്ത് ആൺകുട്ടിയാണെന്ന് ബ്ലൂ, പെൺകുട്ടിയാണെന്ന് റോസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുക്കും. മാമോദീസ ഉടുപ്പ് തയ്ച്ച് വയ്ക്കും. പിന്നെ ഈ പറഞ്ഞ മാതിരി ആദ്യം മഷി ഇറക്കണ സമയത്ത് മഷി ഇറക്കണ തുണികളൊക്കെ കളയണം നമുക്ക്. അപ്പോൾ അതിനൊരു സെറ്റ് വേറെ ഉണ്ടാക്കി വെക്കും. വിരിക്കാനുള്ളത്, തടത്തലോണ, അങ്ങനത്തെ കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യും. ഏറ്റവും കൂടുതൽ പ്രാർത്ഥന മോളോട് ഞാൻ എല്ലാ ദിവസവും പറയും, ലൂക്ക സുവിശേഷം 1ഉം 2ഉം ദിവസം വായിക്കണം കേട്ടോ മോളെ. മാതാവിൻ്റെ അടുത്തേക്ക് മാലാഖ വരുന്നതും പ്രത്യക്ഷപ്പെടുന്നതും ആ ഭാഗം, സ്നാപയോഗം ജനിക്കുന്നതും ഈശോ ജനിക്കുന്നതും ഒക്കെ നല്ല എന്നും വായിക്കണം എന്ന് 1ഉം 2ഉം അധ്യായം എല്ലാ ഗർഭിണികളോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് അത്. അങ്ങനെ 1ഉം 2ഉം അധ്യായം എന്നും വായിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ആ ചിന്ത, ഈശോയെ പോലെ നല്ലൊരു കുഞ്ഞുണ്ടാവുക, സ്നാപയോഗനെ പോലെ നല്ലൊരു കുഞ്ഞുണ്ടാവുക, ആ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ആ ചിന്ത കുഞ്ഞിനും കിട്ടും. അപ്പോൾ കുഞ്ഞും നന്നായി ആത്മീയമായ രീതിയിൽ ഉള്ള കുഞ്ഞായിട്ട് വളരും ചെയ്യും. വാസ്തവത്തിൽ ഈ ക്ലിപ്പിംഗ് കണ്ടപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടും അല്ലാതെയൊക്കെ നമുക്കറിയാം, പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുക, അതിൻ്റെ ഓർമ്മ പുതുക്കാനുള്ളൊരു ഒരുക്കം, കൊച്ചു കൊച്ചു സുഹൃതജന്മങ്ങൾ ചൊല്ലി, ത്യാഗങ്ങൾ അനുഷ്ഠിച്ച്, കുറേ പ്രാർത്ഥിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച്, അപ്പോൾ അത് ഉണ്ണീശോയ്ക്കുള്ള കുട്ടി ഉടുപ്പ്, ഉണ്ണീശോയ്ക്കുള്ള തലയണ, അങ്ങനെ കുറേയധികം. ഇത് ഒരു ക്രിസ്തുമസിൻ്റെ ഒരു ഒരുക്കം മാത്രമായിട്ട് ചുരുക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഓർക്കാം, യേശു പറയുന്നുണ്ടല്ലോ മത്തായിയുടെ സുവിശേഷത്തിൽ, ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഓരോ ശിശുവിനെയും സ്വീകരിക്കുന്നത് ക്രിസ്തുവിനെ, ഉണ്ണിയേശുവിനെ സ്വീകരിക്കുന്നത് പോലെയാണ്. മറുവശമുണ്ട്, ഓരോ ശിശുവിനെയും നിരാകരിക്കുന്നവൻ ക്രിസ്തുവിനെ നിരാകരിക്കുന്നു എന്നുള്ളൊരു ചിന്ത കൂടി ദമ്പതികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഉണ്ടാകണം. എൻ്റെ ഒരു സുഹൃത്ത് 41 ദിവസം അവർ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് കുഞ്ഞുണ്ടായ ഒരു സംഭവം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഡിഫറൻസ് ആ കുഞ്ഞിൽ അതുപോലെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഞങ്ങൾ കാണാറുണ്ടെങ്കിൽ ഭയങ്കര ആക്റ്റീവ്, ഭയങ്കര സന്തോഷമാണ് ഈ കുഞ്ഞിന്. ശരിക്കും പറഞ്ഞപ്പോൾ ഇവൻ പറയാം, ഇവനുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഡോക്ടറെ ശരിക്കും 41 ദിവസം ശരിക്കും ഞങ്ങൾ ഇറച്ചി മീനും മുട്ടയൊക്കെ ഉപേക്ഷിച്ച് ശരിക്കും നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ആ കുഞ്ഞ് ഉണ്ടായത് തന്നെ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഡൽഹിയിലൊരു സുഹൃത്ത്, അവന് 3 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ സമയത്ത് അവൾ ഒരു കൊച്ചിന് എന്തോ ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ഫിൻഡോനെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിപ്പിക്കാൻ അവസരം കൊടുത്തു. പിന്നെ അവൻ പറയാണ്, പിന്നീട് ദിവസം മുഴുവൻ പ്രാർത്ഥനയുടെ ദിവസമാണ്. ഇപ്പോൾ കൊച്ചിന് 2.5 വയസ്സായി, ഹാർട്ടിന് ഒരു പ്രോബ്ലവും ഇല്ല. അവൻ പറയുന്നു, അവളുടെ ഒരു സ്മാർട്ട്നെസ്, അവളുടെ ഒരു ഇൻസൈറ്റുകൾ 2.5 വയസ്സിൽ ഞങ്ങൾ ശരിക്കും ഇത് ദൈവത്തിൻ്റെ ശിശുവായിട്ട് ആ ദമ്പതികൾ കാണുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ നമ്മുടെ ആത്മീയ പ്രക്രിയയിൽ നമുക്ക് ഉണ്ണിയേശു, ബാലനായ യേശു, പരസ്യജീവിതത്തിലെ യേശു, ഉത്ഥാനം ചെയ്ത യേശു എന്നിങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, നമുക്ക് പ്രായപൂർത്തിയായ പ്രസംഗം പറയുന്ന രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉത്തിതനായ പീഡകൾ സഹിച്ച് ഉത്തിതനായ യേശു, അത് മാത്രം പോരെ എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനൊരു യേശു അവതാരം ചെയ്താൽ പോരെ, ഉണ്ണിയായിട്ട്
അപ്പോൾ ഇനി മാത്രമല്ല വെച്ചാൽ അങ്ങനെ ഒരു എന്തിനാണ് അങ്ങനെ ഒരു രീതി സഭ തന്നെ മനുഷ്യവർഗത്തിന് നൽകണത്? ഈ പുൽക്കൂടുണ്ടാക്കലും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിസ് അസീസി അതുപോലെ സഭാപിതാക്കന്മാർ അതൊരു നൽകിയിട്ടുള്ളതാണ്, അതൊരു പരിശീലനമാണ്. കാരണം നമ്മൾ ഈ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ സുഹൃദേവൻ ചൊല്ലിയിട്ട് ഉണ്ണീശോയ്ക്ക് ഉടുപ്പുണ്ടാക്കി ഉണ്ണിയെ സ്വീകരിക്കാനുള്ള ഒരു പരിശീലനം കിട്ടി. അപ്പം ഞാൻ ആലോചിക്കുക, ഇപ്പോൾ എൻ്റെ വൈഫ് 4 കൊച്ചുങ്ങളെ പ്രസവിക്കുമ്പോഴും പ്രഗ്നൻ്റായി 2 മാസം കഴിഞ്ഞാൽ ആ 2 മാസം അവൾക്ക് ചില അസ്വസ്ഥതകൾ ശാരീരികം ഉണ്ടാവും. പിന്നെയുള്ള മാസം മുഴുവനും ഉടുപ്പ് തിന്നി കുഞ്ഞെ തലോണ ഉണ്ടാക്കി. അപ്പോൾ ഉണ്ണീശോയ്ക്ക് ഉണ്ടാക്കാൻ പറഞ്ഞ് അവളുടെ അബോധത്തിൽ പരിശീലിപ്പിച്ചെടുത്തതെല്ലാം തൻ്റെ കുഞ്ഞിലേക്കുള്ള ഒരു ട്രാൻസ്ഫറൻസ് ആയിട്ട് കാണുന്നത് ഞാനിപ്പോൾ ഓർക്കാണ്. സ്ത്രീകളുടെ ഉള്ളിൽ അങ്ങനെ ഒരു എത്ര കുഞ്ഞുങ്ങൾ വരുവാണെങ്കിലും നമ്മളെ എന്തൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ഒരുക്കാൻ നമുക്ക് തോന്നും. ശരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്മസിലേക്കുള്ള പരിശീലനം ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ മാത്രമല്ല, ഓരോ കുഞ്ഞിനെയും സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, എനിക്ക് ഈ മറ്റേ കാർഡുകൾ കിട്ടില്ല ക്രിസ്മസിൻ്റെ, ആ കാർഡ് കിട്ടുമ്പോൾ ആട്ടിടയന്മാരും മാതാവും ഔസേപ്പിതാവും ഉണ്ണീനെ നോക്കിയിരുന്നിട്ട് ഇവരുടെയൊക്കെ മുഖത്ത് പ്രകാശം, ആരുടെ? ഈ ആട്ടിടയന്മാരുടെ ഇവരുടെയൊക്കെ. അതേപോലെ നമ്മുടെ വീട്ടിലെ ജനിക്കുന്ന ശിശുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ചുറ്റുപാടുമുള്ളവർ. മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായം 5-ാം വാക്യമാണ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കും. ഈ വചനം പലപ്പോഴും പ്രോ ലൈഫ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉള്ള കപ്പിള് അഡോപ്ഷന് വേണ്ടി ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, അപ്പോൾ അഡോപ്ഷനൊക്കെ അവരെതിരാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ വചനം പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഉള്ളിലൊരു മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ ഞാൻ സ്വീകരിക്കുന്നത് ശരിക്കും യേശുവിനെയാണല്ലേ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അതേ മനോഭാവത്തോടെ വേണം ഓരോ മാതാപിതാക്കളും ഓരോ കുടുംബവും കുഞ്ഞിനെ സ്വീകരിക്കാൻ. നമ്മുടെ ഈ വലിയ തുറവിയാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ തുറവി. പുതുജീവനെ സ്വാഗതം ചെയ്യുക എന്നുള്ള ചിന്തകൾ മുഴുവൻ അവസാനിക്കുന്നില്ല. അതിൻ്റെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുമായിരുന്നു. വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഏറെ സ്നേഹത്തോടെ, ഏറെ കരുതലോടെ മാതാപിതാക്കളും കുടുംബം മുഴുവൻ ഒരുമിച്ചും ആ ഒരു 9 മാസക്കാലം, അതായത് കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കുന്ന ആദ്യ നിമിഷം മുതൽ തന്നെ ഒരു ദൈവത്തോട് ആ നന്ദിയുള്ള ഹൃദയത്തോടെ ആ കുഞ്ഞിനെ സ്വീകരിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും. ദൈവം നമുക്ക് നൽകുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഏറ്റവും വിലയോടെ കാണാനും ദൈവത്തിൻ്റെ ദാനമായി കണ്ട ആ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.